Hello everyone, welcome back to my channel Tales of Mobi. Hope you all are doing well. So ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു റെഡ് കളർ ഈസ്തെറ്റിക് ഗിഫ്റ്റ് ബോക്സിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ടൗണിൽ പോയി ഗിഫ്റ്റ് ഹാമ്പറിന് വേണ്ടുന്ന ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തു. ഒരു റെഡ് കളർ ഗിഫ്റ്റ് ബോക്സ്, അതിനുള്ളിൽ വെക്കുന്നതിനുള്ള ചോക്ലേറ്റ്സ്, ഫ്ലവേഴ്സ്, പിന്നെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് ബോക്സാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനുള്ളിൽ നമ്മൾക്ക് വെക്കേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് ഫ്ലവേഴ്സ്, ചോക്ലേറ്റ്സ്, ഒരു 6x4 സൈസിലുള്ളൊരു ഫ്രെയിം, പിന്നെ ഒരു റിംഗ് ആൽബം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വാങ്ങിച്ചതിൻ്റെ പിറ്റേ ദിവസം രാവിലത്തെ ഒരു ഷൂട്ടാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ നല്ല വെയിലായിരുന്നു. സാധാരണ വെട്ടവും വെളിച്ചവും ഒക്കെ നോക്കി, ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, വെട്ടവും വെളിച്ചമൊക്കെ നോക്കി നല്ല ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഗിഫ്റ്റ് ബോക്സിൻ്റെ അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതും ട്യൂട്ടോറിയൽ വീഡിയോ എടുക്കുന്നതും. പക്ഷേ അന്നത്തെ ആ ദിവസം നല്ല വെയിലായിരുന്നു. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പം മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ബിക്കോസ് അത്യാവശ്യം നല്ലൊരു ലൈറ്റിംഗ് ആയിരുന്നില്ല, അത് വെയിലിൻ്റെ നിഴലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഉള്ള ഒരു സമയത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്തിട്ടുണ്ട്. ബിക്കോസ് അന്ന് രാവിലെ എനിക്ക് സ്കൂളിലും പോകണം. അപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്നതിൻ്റെ റെഡിയാവും വേണം. ഈ ഗിഫ്റ്റ് ബോക്സ് അന്ന് രാവിലെ കൊടുക്കാനുള്ളതാണ്. ഇവിടെ തൊടുപുഴയിൽ ഒരു ഷോപ്പിൽ ഏൽപ്പിക്കാനാണ് അവർ പറഞ്ഞത്, നിയർ ബൈ ഷോപ്പിൽ തന്നെ. അപ്പോൾ അത് ഏൽപ്പിക്കും വേണം. എനിക്ക് സ്കൂളിലേക്കും പോകാൻ റെഡിയാവാനുള്ളതുകൊണ്ട് ഒരു തല്ലിപ്പിടിച്ച് എടുത്തതുകൊണ്ട് ഞാൻ പിന്നെ വെട്ടം വിളിച്ചൊന്നും നോക്കിയില്ല. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെയാണ് നമ്മൾ ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഫ്രെയിം വെച്ചു, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ്, ഫ്ലവേഴ്സ്, പിന്നെ റിംഗ് ആൽബം, അങ്ങനെ എല്ലാം കൂടെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എൻ്റെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാം ഒന്ന് നേരെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ പാക്കിംഗ് ലുക്ക്. ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ തീമിലുള്ളൊരു റാപ്പിംഗ് പേപ്പർ വെച്ചിട്ട് നമ്മളത് പൊതിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴി റെഡിയായി, സ്കൂളിലേക്ക് പോകുന്ന വഴി അത് കൊണ്ടേ ആ ഷോപ്പിൽ കൊണ്ട് ഏൽപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഗിഫ്റ്റ് ബോക്സോ ഫ്രെയിമോ റിംഗ് ആൽബോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എനിക്ക് ഓർഡർ തരണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിലോട്ട്സ് അല്ലെങ്കിൽ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.